കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അച്ഛൻ സുധീഷിനെ നിധിയുടെ റൂമിലേക്ക് പറഞ്ഞയക്കുമ്പോഴേക്കും സുധീഷും നിലത്തു പാവിരിച്ച് സന്തോഷത്തോടെ കിടന്ന് താങ്ക്സ് അച്ഛ, ഇന്നാണ് അച്ഛനായത് എന്ന് മനസ്സിൽ പറയുമ്പോൾ നിധി അവിടെ ടെൻഷനോടെ കട്ടിലിരിക്കുക. അച്ഛനെ ഉമ്മറത്തേക്കാക്കി ഡോർ അടച്ചു വന്ന് സുഭാഷ് നിധിയുടെ റൂമിന്റെ ഡോറിൽ തട്ടി സുധീഷേ ഡാ വാതിൽ തുറക്കാൻ എന്ന് വിളിക്കുമ്പോഴേക്കും നിധി പെട്ടെന്ന് എഴുന്നേറ്റ് ഓടിച്ചെന്ന് വാതിൽ തുറക്കുന്നുണ്ട്. അവൾ പരിഭ്രമത്തോടെ സുഭാഷേട്ടാ എന്ന് വിളിക്കുമ്പോൾ പേടിക്കേണ്ടെന്ന് അവളോടായി പറഞ്ഞ് സുധീഷ് എന്ന് വിളിക്കുമ്പോഴേക്കും സുധീഷും പായെന്ന് എണീറ്റുണ്ട്. നാശം പിടിക്കാൻ ഇങ്ങർക്ക് മരണം വരെ പെണ്ണ് കിട്ടാതെ പോണേ ഭഗവാനെ. കശ്മലൻ എന്ന് പിറുപിറുത്ത് തന്റെ പായും തലേണയും വിരിപ്പുമെല്ലാം എടുത്ത് നിധിയോടെ പോട്ടെ എന്ന് യാത്ര പറഞ്ഞ് പുറത്തോട്ടിറങ്ങി പോകുന്നുണ്ട് സുധീഷ്. നിധിയും ആശ്വാസത്തോടെ സുധീഷിന് താങ്ക്സ് പറഞ്ഞ് ഡോറടച്ച് കുറ്റിയിട്ട് കട്ടിലിൽ ചെന്നിരിപ്പാ. സുഭാഷ് അരികെ നിൽക്കുന്ന സുധീഷിനെ നോക്കി പേടിപ്പിക്കുമ്പോഴേക്കും എന്നെ നോക്കൊന്നും വേണ്ട, അച്ഛൻ പറഞ്ഞിട്ടാണെന്ന് സുധീഷും. ഓ, അച്ഛൻ്റെ വാക്കുകേട്ട് മാത്രം നടക്കുന്ന ഒരുത്തനാണല്ലോ നിന്നെയുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവന്റെ നേരെ കൈയൊങ്ങി അവന്റെ പാ എടുത്ത് തറയിലേക്ക് വലിച്ചെറിഞ്ഞ് പോയി കിടക്കടാ എന്ന് പറയുമ്പോഴേക്കും അവനും അനുസരണയോടെ ചെന്ന് പായെടുത്ത് വിരിച്ച് അവരുടെ കൂടെ കിടക്കുമ്പോഴേക്കും നിധിയും ആശ്വാസത്തോടെ കിടക്കാൻ തുടങ്ങിയിരുന്നു. ആകെ സംശയത്തോടെ കിടക്കാതെ ഇരിക്കായിരുന്ന ഹരീഷും സുഭാഷിനെ വിളിച്ച് സുഭാഷേട്ടാ, സുധീഷേട്ടനകത്ത് കിടന്ന ചേട്ടൻ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ നീ മിണ്ടാതെ കിടക്കാൻ നോക്കുന്ന സുഭാഷും ആദ്യമായിട്ട് അച്ഛനൊരു നല്ല കാര്യം ചെയ്തതാ. ഇവരുടെ കല്യാണം കഴിഞ്ഞതല്ലേ, ഇവിടെയല്ലോ കിടന്നുറങ്ങേണ്ടത്. സുധീഷേട്ടൻ എന്തിനാ സുഭാഷേട്ടൻ പുറത്തിറക്കിയേ എന്നൊക്കെ അവൻ വീണ്ടും ചോദിക്കുന്ന കേട്ട് ദേഷ്യത്തോടെ നിന്നോടല്ലടാ കിടന്നുറങ്ങാൻ പറഞ്ഞതെന്ന് സുഭാഷും ഉത്തരം പറയുന്ന ഹരീഷ് വീണ്ടും പറയുമ്പോൾ സുഭാഷ് എഴുന്നേറ്റിരുന്നുണ്ട്. എന്റെ കല്യാണം കഴിയുന്നവരെ ഇവിടെ കിടക്കുന്ന ഇവൻ ശപഥം ചെയ്തതല്ലേ, അപ്പോ അതുവരെ ഇവിടെ കിടന്നാ മതി, നീ കിടക്കാൻ നോക്കടാ എന്ന് പറഞ്ഞ് സുഭാഷ് കിടക്കുമ്പോഴേക്കും ഹരീഷും ഒന്നിരുത്തി മൂളിക്കൊണ്ട് കിടക്കുന്നുണ്ട്. എല്ലാം കേട്ടോണ്ട് കിടക്കയായിരുന്ന സുധീഷും വല്ലാത്ത ശബ്ദമായി പോയി എന്ന് മനസ്സിൽ പറഞ്ഞ് സുഭാഷേട്ടനെ തോണ്ടിക്കൊണ്ട് ചേട്ടാ, അതെ ശരിക്കും അങ്ങനെ ശബ്ദം ചെയ്തിട്ട് കാര്യമൊന്നുമില്ലാട്ടോ എന്ന് പറയുമ്പോൾ സുഭാഷ് ദേഷ്യത്തോടെ അവൻ ഉപദ്രവിക്കുന്നുണ്ട്. രാവിലെ ആവുമ്പോൾ നേരത്തെ എഴുന്നേറ്റ് വന്ന് തൂണും ചാരി നിൽക്കുന്ന ഹരീഷിനെ കണ്ട് സുഭാഷും നീ ഇന്ന് നേരത്തെ എഴുന്നേറ്റോ, കാപ്പി എടുക്കണോ ഇപ്പോ അതോ പല്ല് തേച്ചിട്ട് മതിയോ എന്ന് ചോദിച്ച് അവന്റെ അരികിലേക്ക് എത്തുമ്പോഴേക്കും അവൻ ഒന്നും മിണ്ടാതെ നിൽക്കണ കണ്ട് നീ ചോദിച്ചത് കേട്ടില്ലേ എന്ന് സുഭാഷും. എന്താ പറ്റിയതെന്ന് സുഭാഷ് വീണ്ടും ചോദിക്കുമ്പോൾ അറിയില്ലല്ലേ ഹരീഷ് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായില്ലെന്ന് സുഭാഷ് പറയുമ്പോൾ അപ്പോ ഇന്നലെ രാത്രി പറഞ്ഞതൊക്കെ മറന്നുപോയോ എന്ന് ഹരീഷ് വീണ്ടും ചോദിക്കുമ്പോൾ ഞാൻ എന്താ പറഞ്ഞെന്ന് സുഭാഷും. ആഗ്രഹിച്ച ജീവിതം സ്വന്തമായി കിട്ടിയില്ലെങ്കിലും മറ്റുള്ളവരുടെ ജീവിതം നല്ലതായി കാണുമ്പോൾ അതിൽ സന്തോഷിക്കുന്ന ആളാണ് സുഭാഷ് ഏട്ടൻ എന്നായിരുന്നു എന്റെ വിചാരം. പക്ഷേ അതങ്ങനെയല്ല എന്ന് മനസ്സിലായി. സുഭാഷ് അനിയന്മാരെ എന്തു നന്നായാണ് നോക്കുന്നതെന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിച്ച മാത്രം മതി സുഭാഷേട്ടന്, അത് മാത്രം എന്ന് ഹരീഷ് പറയുന്ന കേട്ട് എന്താടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ, എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അതിനുള്ള കാരണം പറ, ഇങ്ങനെ കുത്തുവാക്കുകളൊന്നും പറയേണ്ട കാര്യമില്ലെന്ന് സുഭാഷും. ഞാൻ പറയണതാണോ കുറ്റം എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ വെറുതെ ആളെ വിഷമിപ്പിക്കാതെ നീ കാര്യം എന്താന്ന് വെച്ചാ പറ എന്ന് സുഭാഷും. ഇന്നലെ രാത്രി സുഭാഷേട്ടൻ എന്താ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? സുധീഷേട്ടനെ ആ മുറിന്ന് വിളിച്ചിറക്കി കൂടെ കിടത്തുമ്പോൾ സുഭാഷേട്ടൻ എന്താ പറഞ്ഞത്? സുഭാഷേട്ടന്റെ വിവാഹം കഴിഞ്ഞിട്ട് മതി അവർക്കൊരു ജീവിതം ആരംഭിക്കാനെന്ന്. അത്ര സ്വാർത്ഥനാവരുത് സുഭാഷേട്ടാ. സുധീഷേട്ടൻ അങ്ങരുടെ ഭാര്യയുടെ കൂടെ ഒരേ മുറിയിൽ പോയി കിടന്നുറങ്ങിയ സുഭാഷേട്ടൻ എന്താ പ്രശ്നം? രാത്രി അച്ഛൻ സുധീഷേട്ടനെ വിളിച്ച് റൂമിലാക്കിയതല്ലേ, സുഭാഷേട്ടൻ എന്തിനാ ആളെ വിളിച്ചിറക്കിയത്? സുഭാഷേട്ടന്റെ കല്യാണം കഴിയുന്നവരെ അവര് രണ്ടായി ജീവിക്കണമെന്ന് പറയുന്നത് ശരിയാണോ എന്ന് ഹരീഷ് ചോദിക്കുന്ന കേട്ട് സുഭാഷ് ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ശരിയാണോന്ന് എന്ന് ഹരീഷ് വീണ്ടും ചോദിക്കുന്നുണ്ട്. അതെ, അത് തന്നെയാണ് ശരി എന്ന് സുഭാഷ് തീർത്ത് പറയുമ്പോൾ എന്ത് ശരി? സുഭാഷേട്ടന്റെ മുന്നേ കല്യാണം കഴിച്ചോണ്ട് സുധീഷേട്ടൻ ഭാര്യയുടെ ഒപ്പം ജീവിക്കാൻ പാടില്ലെന്നോ? അതെവിടത്തെ ശരിയാ? സുധീഷേട്ടന്റെ കല്യാണം കഴിഞ്ഞു എന്നറിഞ്ഞപ്പോ ഈ വിഷയം ഞാൻ ചോദിച്ചതാ. അന്ന് സുഭാഷേട്ടൻ പറഞ്ഞത് എന്താണെന്നറിയോ? സുധീഷ് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതാണ് പ്രധാനമെന്ന്. ഇപ്പൊ എന്തിനാ സുധീഷേട്ടന്റെ സന്തോഷത്തിൽ വിലങ്ങുതടിയാവാൻ പോകുന്നത്? സുഭാഷേട്ടന്റെ കല്യാണം കഴിയുന്നവരെ വേറൊരാള് ജീവിതം തുടങ്ങാൻ പാടില്ലെന്ന് പറയുന്നതിൽ എന്ത് ന്യായമാ ഉള്ളത്? ഈ വീട്ടിൽ വേറെ ആരിങ്ങനെ ചിന്തിച്ചാലും ഞാൻ വിട്ടുകളഞ്ഞേനെ. പക്ഷേ സുഭാഷേട്ടൻ ഇങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മോശമായിപ്പോയി സുഭാഷേട്ടാ എന്ന് പറഞ്ഞ് ഹരീഷ് അകത്തോട്ട് കയറി പോകുന്നുണ്ട്. സുഭാഷും ആകെ ടെൻഷനോടെ അവിടെ തന്നെ നിൽപ്പാ. അവിടെ ഭാസ്കരൻ മുറ്റത്ത് തന്റെ ഫ്രണ്ടിനോട് സംസാരിച്ചോണ്ട് നിൽക്കുക. സത്യം പറയാലോ ഭാസ്കരേട്ടാ, സഹിക്കാൻ പറ്റാതായി. എന്നും വൈകുന്നേരം ജോലി കഴിഞ്ഞ് ചെല്ലുമ്പോൾ ആ മൂദേവിയുടെ മുഖം കാണാലോ എന്ന് ഓർക്കുമ്പോൾ ഹോ എന്നയാൾ പറയുമ്പോൾ അതിന് നിന്നെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ എന്ന് ഭാസ്കരനും. അപ്പോഴാണ് നിധി ഉമ്മറത്തേക്ക് ഇറങ്ങി വരുന്നത്. അവളെ കണ്ട് ഭാസ്കരൻ അയാളോടായി താൻ കണ്ടില്ലല്ലോ അല്ലേ, ഇതാണ് എന്റെ മരുമോള് നിധി, സുധീഷെ പ്രേമിച്ചു കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് എന്ന് അയാളോടായി പറഞ്ഞ് നിധിയോടായി മോളെ ഇത് സുധീരൻ. ഇരതാ പേരിൽ മാത്രമേ ഉള്ളൂ, ഭാര്യയുടെ അടുത്തെത്തുമ്പോഴേ ആവും ധീരൻ.
എന്ന് പറഞ്ഞ് വീണ്ടും അയാളോടായി. പിന്നെ ഞാൻ പറഞ്ഞു വന്നതേ, നീ അവൾക്ക് ഇത്തിരി സ്വാതന്ത്ര്യം കൂടുതൽ കൊടുക്കുന്നുണ്ട്, അതാ പ്രശ്നമായതെന്ന് ഭാസ്കരൻ പറയുമ്പോ സമാധാനമില്ല ഭാസ്കരേട്ടാ എന്ന് അയാളും. എങ്ങനെയുണ്ടാവും? എടാ, ഭാര്യമാരെ ആദ്യം നിലയ്ക്ക് നിർത്താൻ പഠിക്കണം. ആദ്യം ചെയ്തില്ലെങ്കിൽ ഇതാവും അവസ്ഥ. എടാ സുധീര, നാരി ഭരിച്ചിടം നാരകം വെച്ചിടം കൂവളം കെട്ടിടം നശിക്കുമെന്നാ ചൊല്ല്. അത് മനസ്സിലാക്കി നമ്മൾ അങ്ങ് പെരുമാറണം. അല്ലത് മനസ്സിലായോ എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോ ഇല്ലെന്ന് അയാളും. പെണ്ണ് ഭരിക്കുന്ന വീടും നരകം വെച്ച സ്ഥലവും കൂവളം ചീഞ്ഞു പോയ സ്ഥലവും നായപെറ്റ സ്ഥലവും ഒരുപോലെ മുടിഞ്ഞു പോകുമെന്നാടോ? നിന്റെ കാര്യത്തിൽ വീട് ഭരിക്കുന്നത് അവളാ, ഭാര്യ. അപ്പൊ മുടിയും, സംശയമില്ല. എടാ, ആണ് പറയുന്നതായിരിക്കണം വീട്ടിലെ നിയമം. ആണ് പിടിച്ച കയ്യാലെ കുടുംബം നടക്കണം എന്നൊക്കെ ഭാസ്കരൻ പറയുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ചെറിയ കാര്യം കിട്ടിയാ അവൾ അതിമേ പിടിച്ചു തുടങ്ങും. പിന്നെ നമുക്ക് മിണ്ടാൻ പോലും സമയം കിട്ടില്ല. കലപില എന്ന് ചിരിച്ചുകൊണ്ടേയിരിക്കും എന്നയാൾ പറയുമ്പോ അപ്പൊ പിന്നെ നമ്മൾ മിണ്ടരുതെന്ന് ഭാസ്കരനും. പിന്നെന്ത് ചെയ്യുമെന്ന് അയാൾ ചോദിക്കുമ്പോ കപാലക്കുറ്റി നോക്കി ഒരൊറ്റ അടി എന്ന് ഭാസ്കരൻ പറയുന്നത് കേൾക്കെ നിധിക്കും ആകെ പരിഭ്രമമാവുന്നുണ്ട്. കണ്ണീന്ന് പൊന്നിച്ച പറക്കണം, കാതിന്ന് പൊന്നിച്ച മൂളണം. എന്നിട്ടും ശരിയായില്ലെങ്കിലേ ഒരൊറ്റ വഴിയേ ഉള്ളൂ എന്ന് പറഞ്ഞ് കഴുത്തു വെട്ടുന്നത് ആംഗ്യം കാണിക്കുന്നുണ്ട് ഭാസ്കരൻ. അത് കാണുന്ന നിധിയും ആകെ പരിഭ്രമത്തോടെ നികേഷ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുന്നുണ്ട്. അമ്മ മരിച്ചതിന് ശേഷം അച്ഛൻ കുറെ നാള് ജയിലിലായിരുന്നു. അമ്മയെ അച്ഛൻ കൊന്നതാണെന്നാ പോലീസുകാർ പറഞ്ഞത് എന്നതോർത്ത് അവൾ പരിഭ്രമത്തോടെ നോക്കി നിൽക്കേ. ഭാസ്കരേട്ടൻ എന്താ ഈ പറയുന്നേ? എന്നിട്ട് ഞാൻ ജയിലിൽ പോവാനോ എന്നയാൾ ചോദിക്കുമ്പോ എടാ, ഇങ്ങനെ ചിത്രവധം ചെയ്യുന്ന ഒരു ഭാര്യയുടെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ജയിലിൽ കഴിയുന്നതല്ലേ സുധീര എന്ന് ഭാസ്കരനും. അത് കേൾക്കേ നിധിയും പരിഭ്രമത്തോടെ അകത്തോട്ട് കയറി പോകുന്നുണ്ട്. എനിക്ക് ഭാസ്കരേട്ടന്റെ അത്ര ധൈര്യമില്ലെന്ന് അയാൾ പറയുമ്പോ അതിന് നിന്നോടാരാടാ കൊല്ലാൻ പറഞ്ഞേ? ഡിവോഴ്സ് കരോമാൻ. നടക്കാൻ പറ്റിയില്ലെങ്കിൽ ഉപേക്ഷിക്കുക. അപ്പോ അവള് താനെ ഇങ്ങ് തിരിച്ചു വന്നോളൂ. എടാ, പെണ്ണുങ്ങൾക്ക് മുടിക്ക് നീട്ടം കൂടുതലുണ്ടെന്നേ ഉള്ളൂ, ബുദ്ധിക്ക് നീട്ടം കുറവാ. ഇത് മനസ്സിലാക്കി പെരുമാറുന്നതാ ആണുങ്ങളുടെ ബുദ്ധി. മനസ്സിലായോ? എന്നാ ചെല്ല്, എനിക്ക് വേറെ പണിയുണ്ടെന്ന് ഭാസ്കരൻ പറയുമ്പോ ശരിയെന്ന് പറഞ്ഞ് അയാളും യാത്രയാവുക. ഭാസ്കരനപ്പോഴേക്കും തിരിഞ്ഞു നിന്ന് ആ മോളെ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴേക്കും നിധി അവിടെ കാണാഞ്ഞേ പോയോ, അതോ പേടിച്ചോടിയോ? എന്തായാലും നന്നായി. ഇത്തിരി ഭയം ഉള്ളിലിരിക്കട്ടെ എന്ന് ചിരിയോടെ പറയുന്നുണ്ട് ഭാസ്കരൻ. അവിടെ പുറകുവശത്തിരുന്ന് നികേഷ് മൊബൈലിൽ ചിരിയോടെ നോക്കിക്കൊണ്ടിരിക്കുക. നികേഷ് എന്നും വിളിച്ച് നിധി അങ്ങോട്ട് വരുമ്പോഴേക്കും നികേഷ് പെട്ടെന്ന് തന്റെ മൊബൈൽ മാറ്റി വെക്കുന്നുണ്ട്. അവൾ പരിഭ്രമത്തോടെ അവന്റെ അരികിലേക്കിരുന്ന് പുറത്തുനിന്നേ അച്ഛൻ ഒരാൾക്ക് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നു. ഭാര്യമാരെ നിലയ്ക്ക് നിർത്താൻ വേണ്ടിയുള്ള ടോക്സിക് ടിപ്പുകൾ എന്നവൾ പറയുന്ന കേൾക്ക് അതാ സുധീറേട്ടനായിരിക്കും. അയാൾക്ക് എന്നും ഇതാ പണി. അച്ഛൻ്റെ അടുത്ത് വന്ന് സ്വന്തം ഭാര്യയുടെ കുറ്റം പറയും. എടുത്തി മൈൻഡ് ചെയ്യേണ്ടെന്ന് നികേഷ് പറയുമ്പോഴേക്കും നീ എന്താ നോക്കിക്കൊണ്ടിരുന്നേ എന്ന് നിധിയും. എന്ത് എന്നവൻ അൻപരപ്പെടെ ചോദിക്കുമ്പോ ഞാൻ വന്നപ്പോ പെട്ടെന്ന് ഫോൺ മറച്ചുവല്ലോ എന്ന് നിധി പറയുന്ന കേട്ട് അതാണോ, ഞാൻ ഈ കുറെ ഫോട്ടോസ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നവൻ പറയുമ്പോ ആരുടെ ഫോട്ടോസ് എന്ന് നിധിയും. അതൊക്കെയുണ്ട് എന്ന് പറഞ്ഞവൻ നാണത്തോടെ ഇരിക്കുമ്പോ ആഹാ, കൊള്ളാലോ ചെറുക്കൻ, മുഖത്തൊരു നാണൊക്കെ ഉണ്ടല്ലോ എന്ന് നിധിയും. ദേ, അതെന്റെ കോളേജിലുള്ളൊരു കുട്ടിയാ എന്ന് നികേഷ് പറയുമ്പോ വെറും കുട്ടിയല്ലല്ലോ എന്ന് നിധിയും. അവള് BA എക്കണോമിക്സാ എന്ന് നികേഷ് പറയുമ്പോ അപ്പോ നിന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ല എന്ന് നിധിയും. അല്ല, പക്ഷേ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഒരുമിച്ചാണല്ലോ ചേച്ചി, കോളേജിലെ സ്റ്റാർ അവള്. ഇടുന്ന റീൽസൊക്കെ എന്ത് പോപ്പുലറാന്നറിയോ? എല്ലാ കുട്ടികളും അവളെ നോക്കിക്കൊണ്ടേയിരിക്കും, പക്ഷെ അവള് നോക്കുന്നത് എന്നെ മാത്രമാ എന്നവൻ നാണത്തോടെ പറയുമ്പോ ആഹാ, നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. ഇല്ല, സംസാരിക്കണം. ഇപ്പൊ കുറച്ചൊക്കെ ഫോട്ടോസ് ലൈക്ക് ചെയ്യാനും കമന്റ് അടിക്കാനും ഫോളോ ചെയ്യാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് എന്ന് നികേഷ് പറയുമ്പോ ആഹാ, അപ്പോ പുരോഗമനമൊക്കെ ഉണ്ട് എന്ന് നിധിയും. അപ്പോഴാണ് സുഭാഷ് അങ്ങോട്ട് സഞ്ജിയുമായി വന്ന് എടാ നികേഷേ, നീ ഒന്ന് കടയിൽ പോയിട്ട് വാ, ഇച്ചിരി സാമ്പാർ പരിപ്പും പഞ്ചസാരയും ഉള്ളിയും ജീരകവും തേങ്ങയും കൂടി വാങ്ങണം എന്നവൻ പറയുമ്പോ എന്റെ പൊന്നു സുഭാഷ് ഏട്ടാ, പുറത്ത് ഭയങ്കര വെയിലന്നേ എന്ന് നികേഷും. എടാ, ഈ കവല വരെ ഒന്ന് പോയാ പോരെ, നീ ഒന്ന് ഓടിപ്പോയിട്ട് വാ എന്ന് സുഭാഷ് വീണ്ടും പറയുമ്പോ ഞാൻ പോയിട്ട് വരാമെന്ന് നിധിയും. കുട്ടികൾക്ക് ചാടിക്കയറി അയ്യോ അത് വേണ്ട, ഞാൻ പോയിക്കോളാം എന്ന് നികേഷ് പറയുമ്പോ എന്നാ ഒരുമിച്ച് പോവാമെന്ന് നിധിയും. അത് നല്ല ഐഡിയ, എന്നാ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞ് നികേഷ് അകത്തേക്ക് ഡ്രസ്സ് മാറാനായി ഓടുന്നുണ്ട്. അപ്പോഴേക്കും സുഭാഷും ചിരിയോടെ നിധിയോടായി ചോദിക്കുന്നുണ്ട് അവനും നിധിയും വലിയ കമ്പനിയല്ലേന്ന്. പിന്നെ ഞങ്ങൾ സെറ്റല്ലേ എന്ന് നിധി പറയുമ്പോ നിധി വരുന്നതിന് മുന്നേ അവൻ ഈ കളിതമാശകളൊക്കെ കുറവായിരുന്നു, മിക്കവാറും ഊമയായിട്ടിരിക്കും. ഇപ്പൊ പക്ഷേ ഒരുപാട് മാറ്റമുണ്ട്. ഇവിടുന്ന് നിധി പോകുന്നതോടെ അതില്ലാതെയും ചെയ്യും. മോളെ, മോക്ക് ഇവിടുന്ന് പോണോ? സുധീഷിനെ വിട്, ബാക്കിയുള്ളവർക്ക് വേണ്ടിയെങ്കിലും ഇവിടെ നിന്നൂടെ എന്ന് സുഭാഷ് ചോദിക്കുമ്പോ അതെങ്ങനെ ശരിയാവും എന്ന് നിധിയും. മോളെ, എവിടെയെങ്കിലും പോയി വാടകയ്ക്ക് താമസിക്കുന്നതിലും PG നോക്കുന്നതിലും നല്ലത് ഇവിടെയല്ലേ, ഒരു പ്രശ്നവും ഉണ്ടാവില്ലെന്ന് സുഭാഷ് പറയുമ്പോ വേണ്ട സുഭാഷ് ഏട്ടാ, അത് ശരിയാവില്ല. നികേഷും ഹരീഷും ഒക്കെ കരുതിയിരിക്കുന്നത് ഞാൻ അവരുടെ ശരിക്കുമുള്ള ഏട്ടത്തിയമ്മയാണെന്നാ. ഇവിടെ ഇനിയും താമസിച്ച അധികം വൈകാതെ അതങ്ങനെയല്ലെന്ന് അവരും മനസ്സിലാക്കും. അപ്പോ അവരെന്നെ തെറ്റിദ്ധരിക്കുമെന്ന് നിധി പറയുമ്പോ നടന്നത് എന്താണെന്ന് അവരോട് പറഞ്ഞാ പോരെ? മോളെ, വേറെ എവിടെയെങ്കിലും പോയി കഷ്ടപ്പെടുന്നതിലും നല്ലതല്ലേ ഇവിടെ നിൽക്കുന്നത് എന്ന് സുഭാഷ് ചോദിക്കുമ്പോ അത് വേണ്ട, അത് ശരിയാവില്ല എന്ന് നിധി തീർത്തു പറയുമ്പോ ഞാൻ എന്റെ മനസ്സിൽ തോന്നിയത് പറഞ്ഞെന്നേ ഉള്ളൂ, ഇനി നിന്റെ ഇഷ്ടം
എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും ഡ്രസ്സെല്ലാം മാറി നികേഷും അങ്ങോട്ടെത്തുന്നുണ്ട്. പോവാം ഏട്ടത്തി എന്ന് ചോദിച്ച് സാമ്പാർ പരിപ്പ് ജീരകം പിന്നെന്തായിരുന്നു എന്നവൻ ചോദിക്കുമ്പോൾ പഞ്ചസാര ഉള്ളി തേങ്ങ എന്ന് നിധിയും. ഓർമ്മ വെച്ചേക്കണേ എന്ന് നിധിയോടായി പറയുമ്പോഴേക്കും സുഭാഷ് അവന് കാശും സഞ്ചിയും എല്ലാം കൊടുക്കുന്നുണ്ട്. ബാക്കി കാശിനെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങും കേട്ടോ എന്ന് പറഞ്ഞവൻ നിധിയെ വിളിച്ചോണ്ട് അവിടെ നിറങ്ങി പോവുക. പിന്നീട് തോമസ് ഏട്ടനെ മീറ്റ് ചെയ്യുന്ന സുധീഷിനെയാണ് കാണിക്കുന്നത്. നീ ഇങ്ങനെ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് ഒരു കാര്യവുമില്ല സുധീഷേ, നിന്നോട് എന്റെ അടുത്തേക്ക് വരണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് തോമസ് ഏട്ടൻ പറയുമ്പോൾ ദേഷ്യപ്പെടാതെ തോമസ് ഏട്ടാ, ഞാൻ പറയുന്നത് ആദ്യം ഒന്ന് കേൾക്കെന്ന് സുധീഷും. നിന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നേ? എന്റെ മുന്നിൽ കണ്ടുപോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, എന്നോട് പൊക്കോളാനാ പറഞ്ഞത് എന്ന് തോമസ് ഏട്ടൻ ദേഷ്യത്തോടെ പറയുമ്പോ തോമസ് ഏട്ടൻ എന്നെ തല്ലേ പിടിച്ച് പുറത്താക്കേ അങ്ങനെ എന്ത് വേണേലും ആയിക്കോ. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് തോമസ് ഏട്ടൻ ഒന്ന് കേൾക്ക് എന്ന് സുധീഷും. നീ വാചകമടിച്ച് എന്നെ കുപ്പിയിലാക്കാൻ നോക്കല്ലേ, നിന്നെ കൊണ്ട് ഉണ്ടായിടത്തോളം മതി എന്ന് തോമസ് ഏട്ടൻ പറയുമ്പോ തോമസ് ഏട്ടാ, ഞാൻ ഫോൺ വിളിച്ചിട്ട് തോമസ് ഏട്ടൻ എടുത്തില്ല, നേരിൽ വന്ന് കാണാന്ന് കരുതുമ്പോ ഇങ്ങനെ മുഖമടച്ചങ്ങ് പറയല്ലേ തോമസ് ഏട്ടാ. ചേട്ടാ, ഒന്നുമില്ലെങ്കിലും കുറച്ചു വർഷങ്ങളായി ഞാൻ ചേട്ടന്റെ വണ്ടികൾ ഓടിക്കുന്നതല്ലേ, വരെ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടോ, പരാതികൾ വന്നിട്ടുണ്ടോ എന്ന് സുധീഷ് ചോദിക്കും. അതിന് എല്ലാ കാലത്തേക്കും കൂടി ഒരുമിച്ചുള്ളത് നീ തന്നല്ലോ, അത് മതിയെന്ന് തോമസ് ഏട്ടനും. തോമസ് ഏട്ടാ, ഒരു 5 മിനിറ്റ് എനിക്കൊരു കാര്യം പറയാനുണ്ട്, അത് കേൾക്ക്. അത് കഴിഞ്ഞിട്ട് തോമസ് ഏട്ടൻ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോ, ഒരു 5 മിനിറ്റ്. തോമസ് ഏട്ടൻ ഓർമ്മയുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. 1 വർഷം മുമ്പ് തോമസ് ഏട്ടന്റെ അനിയന് ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. തോമസ് ഏട്ടൻ അന്ന് സ്ഥലത്തില്ല, ഗൾഫിലൊരു വിസിറ്റിന് പോയിരിക്കുകയായിരുന്നു. എന്ത് വേണടാ സുധീഷ് എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? കൂടെ ആളില്ലാത്തതിന്റെ കുറവ് കൊണ്ടാണ് അവൻ എന്തെങ്കിലും സംഭവിക്കുന്നതെങ്കിൽ അവനോടൊപ്പം ഞാനും ഇല്ലാതാവുമെന്ന്. 3 രാത്രികളും 3 പകലും കൊണ്ട് ഞാൻ അറേഞ്ച് ചെയ്തതേ 30 കുപ്പി രക്തമാ. അതുപോലെ 4ാമത്തെ ദിവസം തോമസ് ഏട്ടൻ വന്നു കഴിഞ്ഞപ്പോ അപകടനില തരണം ചെയ്തു, അവൻ രക്ഷപ്പെട്ടു. അന്ന് ഡോക്ടർ എന്നെ ചൂണ്ടിയിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു, ഈ നിൽക്കുന്ന ചെറുപ്പക്കാരനോടാണ് തോമസ് ഏട്ടൻ നന്ദി പറയേണ്ടതെന്ന്. പക്ഷേ ഞാൻ അത് പറയാൻ സമ്മതിച്ചില്ല. കാരണം എന്താ, ഞാൻ തോമസ് ഏട്ടനെ കണ്ടതേ എന്റെ സുഭാഷ് ഏട്ടന്റെ സ്ഥാനത്തായിരുന്നു എന്നൊക്കെ സുഭാഷ് സെന്റിമെന്റ്സ് അടിച്ച് കാച്ചുമ്പോഴേക്കും ഇങ്ങനെ സെന്റിമെന്റ്സ് അടിച്ച് എന്നെ ചാക്കിലാക്കാൻ നോക്കല്ലേ എന്ന് തോമസ് ഏട്ടനും. എന്തിനാ ഞാൻ ചാക്കിലാക്കാൻ നോക്കുന്നത്? അന്നത് ചെയ്തത് എന്തെങ്കിലും ലാഭം നോക്കിയിട്ടായിരുന്നെങ്കിലേ എനിക്ക് തോമസ് ഏട്ടൻ അന്ന് വെച്ചു നീട്ടിയ പണം എനിക്ക് വാങ്ങിക്കായിരുന്നല്ലോ. ഞാൻ അത് ചെയ്തോ? ഇല്ലല്ലോ. എന്നിട്ടിപ്പോ ചെറിയൊരു കാര്യം സംഭവിച്ചപ്പോ അതും തോമസ് ഏട്ടനെ വ്യക്തിപരമായി ബാധിക്കുന്നതുമല്ല, എന്നിട്ടും അതിന്റെ പേരിൽ പഴയതെല്ലാം തോമസ് ഏട്ടൻ അങ്ങ് മറന്നു എന്ന് സുധീഷ് പറയുമ്പോ നീ ചെയ്തതേ അങ്ങനൊരു കാര്യമാണ്. എന്നെ വിശ്വസിച്ച് ഒരു കാര്യമേൽപ്പിച്ച ഒരാളെയാണ് നീ ഇങ്ങനെ ചതിച്ചത് എന്ന് തോമസ് ഏട്ടൻ പറയുമ്പോ ശരി, സമ്മതിച്ചു, തെറ്റാണ്. പക്ഷെ അത് മനഃപൂർവ്വം ചെയ്തതാണെന്നാണോ തോമസ് ഏട്ടൻ വിചാരിച്ചിരിക്കുന്നത്? നിങ്ങൾ എന്റെ ഒരു ചേട്ടനല്ലേ, എനിക്ക് പറയാനുള്ള ന്യായവും നിങ്ങൾ കേൾക്കണ്ടേ എന്ന് സുധീഷും. എന്ത് ന്യായമാ നിനക്ക് പറയാനുള്ളതെന്ന് തോമസ് ഏട്ടനും. ചേട്ടാ, ഞാൻ അവിടേക്ക് തോമസ് ഏട്ടൻ പറഞ്ഞുവിട്ട ഡ്രൈവറായിട്ട് തന്നെയാ പോയത്. അപ്പോഴൊന്നും ഇങ്ങനൊരു ആഗ്രഹം എന്റെ മനസ്സിലേ ഉണ്ടായിരുന്നില്ലെന്നേ. പക്ഷേ ആ കുട്ടിക്ക് എന്നോട് പ്രേമമാണെന്ന് പറഞ്ഞപ്പോ മനസ്സൊന്ന് ആടിപ്പോയി തോമസ് ഏട്ടാ. അവള് എന്റെ കൂടെ ഇറങ്ങി വരാന്ന് പറഞ്ഞപ്പോ എനിക്ക് വേറൊന്നും ആലോചിക്കാൻ തോന്നിയില്ലെന്നേ. ഞാൻ തോമസ് ഏട്ടനെയോ വീട്ടുകാരെയോ ആരെയും ഓർത്തില്ല. അതെന്റെ തെറ്റ് തന്നെയാ, അറിയാം. പക്ഷേ അങ്ങനൊരു സന്ദർഭത്തിൽ ഞാൻ വേറെ എന്ത് ചെയ്യും തോമസ് ഏട്ടാ എന്ന് സുധീഷ് ചോദിക്കുമ്പോ നീ ഇപ്പൊ പറഞ്ഞതാണ് പ്രശ്നം. ആ സമയത്തെ നീ നിന്നെ കുറിച്ച് മാത്രമാണ് ആലോചിച്ചത്, അതുവഴി മറ്റുള്ളവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നിനക്ക് പ്രശ്നമേ അല്ല എന്ന് തോമസ് ഏട്ടനും. തോമസ് ഏട്ടാ, നിങ്ങളും ഒരിക്കൽ സ്നേഹിച്ചു കല്യാണം കഴിച്ചതല്ലേ? രാത്രിക്ക് രാത്രി പെണ്ണിനെ ചാടിച്ച് മലയോറ്റൂർ മല കയറി പൊന്നിൻകുരിശ് മുത്തപ്പന്റെ മുന്നിൽ വെച്ച് താലിയ കെട്ടിയ കഥ എത്രയോ തവണ എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നു. അത് കേട്ട് വളർന്നവനല്ലേ ഈ അനിയൻകുട്ടി. ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയിട്ടുണ്ടെങ്കിൽ എന്റെ ഹീറോ ആരാ? തോമസ് ഏട്ടനല്ലേ. പ്രേമിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിച്ച് അന്തസ്സായിട്ട് ജീവിക്കുന്നത് ലോകത്തിന് കാണിച്ചു കൊടുത്ത നിങ്ങളെ ഞാൻ മാതൃകയാക്കിയത് തെറ്റാണോ തോമസ് ഏട്ടാ? പറ. തോമസ് ഏട്ടൻ ആ രാത്രി മലയാറ്റൂർ മല കയറിയത് എന്തുകൊണ്ടായിരുന്നു? ഇടുക്കി മലമുകളിലെ ഏക്കർ കണക്കിന് ഏലം കൃഷി ചെയ്തിരുന്ന ഒരു പ്ലാന്റേഷൻ മുതലാളിയുടെ മകനെ ചേച്ചിയെ കെട്ടിച്ചു കൊടുക്കുമെന്നായപ്പോഴല്ലേ? ഞാനും അതേ സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയത് തോമസ് ഏട്ടാ. നിധിയുടെ അച്ഛനെ അവളെ ഒരു ഓസ്ട്രേലിയക്കാരന് കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അവൾക്കാണെങ്കിൽ ഇഷ്ടവുമല്ല. അത് പറയാൻ അവൾക്ക് ഞാനല്ലാതെ വേറെ ആരുമില്ലായിരുന്നു തോമസ് ഏട്ടാ. പതിയെ പതിയെ ഒരാഴ്ച കൊണ്ട് അവൾക്ക് എന്നോട് ഇഷ്ടം തോന്നി. ഒരു രാത്രി കൊണ്ട് ഒളിച്ചോടാൻ ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു. അതാ ഉണ്ടായത് എന്ന് സുധീഷ് പറഞ്ഞു നിർത്തുമ്പോ ഒരാഴ്ച കൊണ്ട് നിങ്ങൾ പതിയെ പതിയെ പ്രേമത്തിലായി അല്ലേ? വിശ്വസിച്ചു. എടാ, എന്റെ അൻസിയെ ഞാൻ പ്രേമിച്ചതേ 10 കൊല്ലം കൊണ്ടാ, 10 ദിവസം എടുത്തില്ല നീ എന്ന് തോമസ് ഏട്ടൻ പറയുമ്പോ അത് ഈ ടെക്നോളജിയുടെ ഒക്കെ ഒരു മാറ്റമാ തോമസ് ഏട്ടാ എന്ന് സുധീഷ്. ഉണ്ടൊക്കെ കാണാൻ തന്നെ എത്ര കാലം നിൽക്കണമായിരുന്നു. ഒന്നും മിണ്ടണമെങ്കിൽ ആരുടെയൊക്കെ കണ്ണ് വെട്ടിക്കണം, പോട്ടെ ഒരു കത്തെഴുതണമെങ്കിൽ എന്തൊക്കെ കടമ്പകൾ കടക്കണമായിരുന്നു, ശരിയല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോ അത് ശരിയാ, തമ്മിൽ കണ്ട് ഇഷ്ടമായതിനു ശേഷം 1 കൊല്ലം കഴിഞ്ഞാ ഞങ്ങൾ തമ്മിൽ മിണ്ടിയത് എന്ന് തോമസ് ഏട്ടനും. എന്നാ ഇപ്പോ അങ്ങനെയല്ല തോമസ് ഏട്ടാ, എല്ലാം ഇപ്പോ ഓൺലൈൻ അല്ലേ? ഓൺലൈൻ ടാക്സി പോലെ ഓൺലൈൻ ലവ്. കണ്ടുമുട്ടി ഹായ് ഡാ എന്ന് മെസ്സേജ് അയക്കാൻ തുടങ്ങിയ 4ാമത്തെ മെസ്സേജിൽ ചോദിക്കും കഴിച്ചോടാന്ന്. ഈ സ്മൈലീസ് ഉള്ളോണ്ട് എത്ര പെട്ടെന്നാണെന്നറിയോ കമ്മ്യൂണിക്കേഷൻ? ഒറ്റ സമയത്തെ മെസ്സേജ് മതി, 2ാമത്തെ ദിവസം കൃത്യസമയത്ത്
മെസ്സേജ് വന്നിരിക്കും. ഹായ്ഡാ, മിസ് യുടാ, ഹഗ് യുടാ, ലവ് യുടാ, അങ്ങനെയൊക്കെ. 3 ദിവസം വേണ്ട കട്ട പ്രേമത്തിലാവാൻ. ഒരു 10 ദിവസം ആവുമ്പോഴേക്കും ഏത് കാട്ടിലേക്ക് വേണമെങ്കിലും ഒളിച്ചോടാൻ മനസ്സ് തയ്യാറാവും. ഇതൊന്നും മനുഷ്യന്മാരുടെ കുഴപ്പമല്ല തോമസ് ഏട്ടാ. ടെക്നോളജി പ്രേമത്തെ ഒന്ന് ഈസിയാക്കി. നേരിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ സ്മൈലീസിലൂടെ പറയാലോ എന്ന് സുധീഷ് ചോദിക്കുമ്പോ, അപ്പോ ടെക്നോളജിയിൽ ചാലിച്ച കാമുകനാണ് നീയല്ലേ എന്ന് തോമസ് ഏട്ടനും ഏറെക്കുറെ. തോമസ് ഏട്ടാ, അവളെ അവിടെ വിട്ടിട്ട് പോന്നിരുന്നെങ്കിൽ എന്റെ ജോലി പോവില്ലായിരുന്നു. പക്ഷേ അവളുടെ ജീവിതം പോവുമായിരുന്നു തോമസ് ഏട്ടാ. കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയില് അവൾ എനിക്കൊരു ബ്ലേഡ് കാണിച്ചു തന്നു. എന്തിനാ എന്ന് സുധീഷ് ചോദിക്കുമ്പോ, നിനക്ക് ഷേവ് ചെയ്യാൻ എന്ന് തോമസ് ഏട്ടനും. തോമസ് ഏട്ടാ, സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ തമാശയൊക്കെ നിങ്ങള്. ഞാൻ അവളെ വിട്ടുപോരുകയും അവളുടെ അച്ഛൻ ആ കങ്കാരുവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയും ചെയ്തിരുന്നെങ്കിലേ ആദ്യ രാത്രി തന്നെ ഞരമ്പ് മുറിച്ച് ചാവാൻ വേണ്ടി അവളെ കരുതിയിരുന്ന ബ്ലേഡ് ആയിരുന്നു അത്. എനിക്കറിയാം തോമസ് ഏട്ടന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാല് പിടിച്ച് മാപ്പ് ചോദിക്കാനേ എനിക്ക് പറ്റൂ. പ്ലീസ് തോമസ് ഏട്ടാ, എന്നോട് ഒന്ന് ക്ഷമിക്ക് പ്ലീസ്. ഏതായാലും അത് കഴിഞ്ഞു. ആ കുട്ടി എന്നോടൊപ്പം ഇറങ്ങിപ്പോരുകയും ചെയ്തു. ആ കാരണത്തിൽ തോമസ് ഏട്ടൻ എന്നെ പിരിച്ചുവിട്ട ഞാൻ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി ജോലി അന്വേഷിക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. പക്ഷേ ഈ കാരണം കൊണ്ട് ഇവിടം വിട്ട് പോവേണ്ടവനല്ല ഞാൻ എന്ന് എനിക്കൊരു തോന്നല്. ആ തോന്നല് തോമസ് ഏട്ടൻ ഉണ്ടെങ്കിൽ മാത്രം എന്നെ ട്രാവൽസിൽ ജോലി ചെയ്യാൻ അനുവദിക്കണം. തോമസ് ഏട്ടാ, ഇത്രയും കാലം ഒരു പരാതിയും കേൾപ്പിക്കാതെ ജോലി ചെയ്ത സുധീഷ് എന്നെ സ്നേഹിച്ചൊരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എന്നതുകൊണ്ട് മാത്രം തെറ്റുകാരനാണെന്ന് തോമസ് ഏട്ടന് തോന്നുന്നുണ്ടെങ്കിൽ സ്വന്തം ജീവിതത്തിലും തോമസ് ഏട്ടന് കുറ്റബോധം തോന്നണം. തോമസ് ഏട്ടാ, എന്റെ നേരെ തെറ്റുകാരനാണെന്ന് തോമസ് ഏട്ടൻ ഒരു വിരൽ ചൂണ്ടുമ്പോൾ 3 വിരൽ തോമസ് ഏട്ടന് നേരെയാ നിൽക്കുന്നത്. ആൻസി ചേച്ചിയുമായുള്ള തോമസ് ഏട്ടന്റെ ജീവിതം ഒരു പാഴ്വേലയില്ലെന്ന് തോമസ് ഏട്ടൻ ഉറപ്പുണ്ടെങ്കിൽ അങ്ങനൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ തോമസ് ഏട്ടൻ എന്നെ സഹായിക്കണം എന്നൊക്കെ സെന്റി അടിച്ച് തോമസ് ഏട്ടനെ വീഴ്ത്താൻ നോക്കുന്ന സുധീഷിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.